അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഉണ്ടാകേണ്ട അറിവുകൾ, തിരിച്ചറിവുകൾ എന്തൊക്കെയാണ്? അർത്ഥം നമുക്കറിയാം. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുആഖിദ്ന, ഞങ്ങളെ നീ പിടികൂടി ശിക്ഷിക്കല്ല പടച്ചോനെ. ഇൻ നസീന, ഞങ്ങൾ മറന്നുപോയ കാര്യങ്ങൾ. ഔ അഖ്തഅന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ച കാര്യങ്ങൾ, തെറ്റായി ഞങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ ഞങ്ങളെ നീ പിടികൂടി ശിക്ഷിക്കല്ല പടച്ചോനെ എന്നാണ്. റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇവിടെ നമ്മൾ ആദ്യം പറയുന്നത് ഞങ്ങൾ മറന്നുപോയ കാര്യങ്ങളിൽ ഞങ്ങളെ നീ പിടികൂടി ശിക്ഷിക്കല്ല പടച്ചോനെ എന്നാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം, മറന്ന കാര്യത്തിൻ്റെ മേൽ ശിക്ഷയുണ്ടാവുമോ എന്നാണ്. മറന്ന കാര്യത്തിൻ്റെ മേൽ ശിക്ഷയില്ല. പിന്നെ എന്താണ് ഈ പറഞ്ഞ കാര്യം? ഞങ്ങൾ മറന്നുപോയ കാര്യങ്ങളിൽ ഞങ്ങളെ നീ പിടികൂടി ശിക്ഷിക്കല്ലേ എന്ന് റബ്ബിനോട് പറയുമ്പോൾ മറന്നുപോയ കാര്യത്തിൻ്റെ മേൽ ശിക്ഷയില്ല എന്ന് നമുക്കറിയാം. എങ്കിൽ പിന്നെ ഈ പറഞ്ഞ കാര്യം എന്താണ്? ഇതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ആദ്യം അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യവർഗത്തിൽ ആദ്യത്തെ സൃഷ്ടി, ആദ്യത്തെ വ്യക്തി ആരാണ്? ആദം നബിയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു തെറ്റ് ചെയ്തു. ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തു. ആ കാര്യം അള്ളാഹു പറഞ്ഞത്, അവിടെ ആദം നബി തെറ്റ് ചെയ്തു എന്ന് പറയാതെ അദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യം നസിയ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം മറന്നുപോയി എന്നാണ് പറഞ്ഞത്. അപ്പം രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ആ മറവി, നമ്മൾ സാധാരണ ഒരു കാര്യം മറന്നു പോകുന്ന വിഷയമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് അള്ളാഹു പറഞ്ഞൊരു കാര്യം നമ്മൾ അതേപടി ചെയ്യാതിരിക്കുമ്പോൾ ആ കാര്യത്തെ നമ്മൾ വിസ്മരിക്കുകയാണ് ചെയ്യണത്. മനഃപൂർവ്വമുള്ള മറവിയാണ്. എങ്ങനെ? മനഃപൂർവ്വമുള്ള ഒരു മറവിയായിട്ടാണ് ആ തിന്മയെ, ആ തെറ്റിനെ ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിനെ പരിഗണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ആയത്ത് സൂറത്ത് ത്വാഹയിലെ 115 ആയത്ത് നമ്മൾ വായിച്ചു. ഇനി ഞാൻ പറഞ്ഞിരുന്നു, കുറച്ച് ഹെഡിങ്ങിന് താഴെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഒന്ന്, എന്തൊക്കെ മനുഷ്യൻ മറക്കും. ഒന്നെന്താണ്? എന്തൊക്കെ മനുഷ്യൻ മറക്കും. അതിൽ 8 കാര്യങ്ങൾ മറക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. 8 കാര്യങ്ങൾ എഴുതിക്കോളൂ. 8 കാര്യങ്ങൾ. അതിൽ ഒന്ന്, മനുഷ്യൻ മറക്കുമെന്ന് അള്ളാഹു പറയുന്ന 8 കാര്യങ്ങളിൽ ഒന്ന്, റബ്ബിൻ്റെ ആയാത്തുകൾ. റബ്ബിൻ്റെ ആയാത്തുകൾ. റബ്ബിൻ്റെ ആയാത്തുകൾ. ബ്രാക്കറ്റിലെ ദൃഷ്ടാന്തങ്ങൾ. ബ്രാക്കറ്റിലെ ദൃഷ്ടാന്തങ്ങൾ. നമ്മളതിൽ ആയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കവിടെ. ഞാൻ പറയാം, പ്രധാനപ്പെട്ടൊരു കാര്യം. റബ്ബിൻ്റെ ആയാത്തുകൾ വിസ്മരിക്കുക, ആയാത്തുകൾ മറക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഖുർആനിലൊരു ആയത്ത് ശ്രദ്ധിക്കുക. വകം മിൻ ആയത്തിൻ യമുറൂന ബിഹ. അല്ലാഹ് ചോദിക്കുകയാണ്, വകം മിൻ ആയാത്തിന്, എത്ര ദൃഷ്ടാന്തങ്ങളാണ്. യമുറൂന ബിഹ, അവരതിൻ്റെ അരികിലൂടെ നടന്നു പോകുന്നു. അവർ നടന്നു പോകുന്ന, അവരുടെ മുന്നിലുള്ള, അവിടെ വലതും ഇടതുമുള്ള, അവരുടെ കണ്ണിൻ്റെ മുന്നിലുള്ള എത്ര
എത്രയെത്ര ആയാത്തുകളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. എന്താണ് അള്ളാഹ് അങ്ങനെ ചോദിക്കാൻ കാരണം? എന്താണ് ചോദിക്കാൻ കാരണം? ഈ ദൃഷ്ടാന്തങ്ങൾ പലതും കണ്ടിട്ട് ആ കണ്ട ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ, മനസ്സിൽ അത് വരാതെ, അതിനെപ്പറ്റി ചിന്തിക്കാതെ ആ ദൃഷ്ടാന്തങ്ങളെ മറന്നു കളയാണ് മനുഷ്യൻ. മനഃപൂർവ്വം മറക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ആയത്ത് കാണിച്ചു തരാം. അതിന് മുമ്പൊരു കാര്യം ശ്രദ്ധിക്കുക. എങ്ങനെ? ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. അള്ളാഹ് പറയാണ്, ഇന്ന ഫഖ്തിലാഫിൽ ലൈലി വന്നഹാരിലെ ആയാത്തിൻ, രാപ്പകലുകളെ മാറി മാറി വരവിൽ ദൃഷ്ടാന്തമുണ്ട്. ആയാത്തുണ്ട്. അള്ളാൻ്റെ ഒരു ആയത്താണ്. രാവും പകലും മാറി മാറി വരിക. ഈ ആയാത്തിനെ മനുഷ്യൻ മറക്കുന്നാണ് പറഞ്ഞത്. അതാണ് ഒന്ന് അല്ലേ? എങ്ങനെ മറക്കണത്? എന്താണ് രാവും പകലും? ഈ ആയത്ത് എത്ര സ്ഥലത്താണ് ഖുർആനിൽ വന്നത്? രാവും പകലിലും ദൃഷ്ടാന്തമുണ്ടത്, മാറി മാറി വരുന്നതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന്. ആ ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? എന്നിട്ട് ഈ രാവും പകലും മാറി മാറി നമ്മൾ ആയുസ്സിൽ വരുന്നില്ലേ? ജീവിതത്തിൽ വരുന്നില്ലേ? എന്നിട്ട് ആ രാവിനെയും പകലിനും നമ്മൾ ചിന്തിച്ചോ? ഇല്ല, വിസ്മരിക്കുകയാണ്. എന്താണ് രാവും പകലും എന്ന് പറഞ്ഞാൽ? രാവുവിൻ്റെയും പകലിൻ്റെയും സയൻസാണോ പറഞ്ഞത്? രാവും പകലും മാറി മാറി വരുന്ന ദൃഷ്ടാന്തമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ സയൻസാണോ? ശാസ്ത്രമാണോ? അല്ല, പിന്നെന്താ? ആ രാവും പകലും നമ്മളെങ്ങനെ ബാധിക്കണത്? നമ്മൾ ആയുസ്സാണ്. രാവും പകലുമാണ് നമ്മൾ ആയുസ്. ഒരു രാവ് കഴിഞ്ഞാൽ ആയുസ്സിൽ ഒരു ഭാഗം പോയി, ഒരു പകൽ കഴിഞ്ഞാൽ ആയുസ്സിലൊരു ഭാഗം പോയി. അപ്പോൾ ചിന്തിക്കണം, രാവും പകലും ഇങ്ങനെ മാറി മാറി വരുന്നു. എന്നും രാത്രി ഉറങ്ങുന്നു, ഉണരുന്നു, രാവിലെ ജോലിക്ക് പോകുന്നു, രാത്രി ഉറങ്ങുന്നു. ഇങ്ങനെ വജഅൽന ലൈല ലിബാസ വജഅൽന നഹാറ മആഷ, പകലിന് മഈഷത്തിൻ്റെ ഉപജീവനത്തിൻ്റെ മാർഗ്ഗമാണ്, രാത്രി വസ്ത്രം അഴിച്ചു വെക്കാൽ വിശ്രമത്തിൻ്റെ സമയമാണ്. ഇതൊക്കെ അല്ലാഹ് പറഞ്ഞു. ഈ സമയങ്ങളിലെല്ലാം നമുക്ക് റബ്ബിൻ്റെ കൽപ്പനകളുണ്ട്, റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇതിൽ എത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്? പലതും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ. സുബ്ഹാനല്ലാഹ്. ഇത് മനസ്സിൽ വന്നിട്ട് നമ്മൾ പറയണം. ഇനി ഞാൻ നിങ്ങൾക്ക് സൂറത്ത് അൽ കഹ്ഫിലെ ആയത്ത്, അതിൽ ഒന്ന് ആയാത്തു റബ്ബിഹി എന്ന് എഴുതിയില്ലേ? റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എഴുതിയില്ലേ? മനുഷ്യൻ മറക്കുമെന്ന് അല്ലാഹ് പറയുന്ന എത്ര കാര്യങ്ങളാണ്? 8 കാര്യങ്ങൾ. അതിൽ ഒന്ന് റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, ആയാത്തു റബ്ബിഹി എന്നാണ്. അത് സൂറത്ത് അൽ കഹ്ഫിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ അൽ കഹ്ഫിലെ 54 മുതൽ 58 വരെയുള്ള ആയത്ത്. അൽ കഹ്ഫിലെ 54 മുതൽ 58 വരെ, 5-4. അൽ കഹ്ഫ് 54 മുതൽ 58 വരെയുള്ള ആയത്ത്. കണ്ടില്ലേ? ആയത്ത് ഓതിക്കോളി.
വിഷയങ്ങളെയൊക്കെ പരിശുദ്ധ ഖുർആനിൻ്റെ പഠനവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അള്ളാഹു പല സ്ഥലങ്ങളിലും ആവർത്തിച്ച് പറയണത്. അപ്പോൾ ഞാനൊരൊറ്റ കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ആയത്ത് തുടങ്ങണത് എങ്ങനെ? വലക്കത് സറഫ്ന. ഞാൻ ഈ പറഞ്ഞ വിഷയം കിടക്കുന്നത് എവിടെയെന്ന് അറിയോ നിങ്ങൾ? പിന്നെ 57-ാമത്തെ ആയത്തിലാണ്. 57-ാമത്തെ ആയത്തിലാണ് നമ്മൾ എഴുതി വെച്ച വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം കിടക്കുന്നത്, 57-ലാണ്. എന്നാൽ അള്ളാഹു തആല ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവിടെയൊക്കെയും ഖുർആനുമായി ബന്ധിപ്പിച്ചും ഖുർആനിൻ്റെ പഠനവുമായി ബന്ധിപ്പിച്ചും ഈ കാര്യങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്. എന്താ കാരണം? നമുക്കൊരു കാര്യം കൃത്യമായി മനസ്സിലാകണമെങ്കിൽ ഖുർആനിനെ മുന്നിൽ വെച്ച് നമ്മൾ പഠിക്കണം. ഇപ്പോൾ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീന നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ട് എത്ര കാലമായി? കുറച്ചൊക്കെ ഒരു ദീനായിട്ട് ബന്ധമുള്ള ഒരാൾ അയാൾക്ക് ആ ദീനീ ബന്ധം ഉള്ള കാലം മുതൽ അയാൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ആയത്തുൽ കുർസിയും ആമന റസൂലും ഒക്കെ അല്ലേ, അതിൻ്റെ പ്രത്യേകതകളൊക്കെ. ഇപ്പോൾ ഈ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീന ഈ ആമന റസൂൽ പറച്ചിൽ തുടങ്ങിയിട്ട് എത്ര കാലമായി? നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ നിങ്ങൾ ഉത്തരം പറയുന്നു വേണ്ട, ആരും പറയണ്ട. നമ്മളിങ്ങനെ ഈ കാര്യം ചിന്തിച്ചോ? പഠിച്ചോനെ ഞാനെന്താണ് ഈ പറയണത്? റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീന, ഞാൻ ഈ മറന്നുപോയ കാര്യത്തിൽ എന്നെ നീ പിടികൂടി ശിക്ഷിക്കല്ല പഠിച്ചോനെ എന്ന് പറയുമ്പം മറന്ന കാര്യമൊന്നും ഏതായാലും റബ്ബ് പിടികൂടി ശിക്ഷിക്കില്ല എന്ന് ഉറപ്പല്ലേ? പിന്നെ ഞാനെന്താണ് ഈ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചോ? ആമന റസൂലും നമ്മളും തമ്മിൽ, നമ്മളെ ഈമാനും തമ്മിൽ എത്ര ബന്ധം ഉണ്ടാകണം? ഇത് എവിടുന്നാണ് കിട്ടണത്? ഖുർആൻ പഠിക്കുമ്പോഴേ കിട്ടുള്ളൂ. എത്രമാത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ പരിഭാഷകൾ വായിച്ചാൽ പോലും കിട്ടൂല. പരിഭാഷ വായിച്ചാൽ അതിൻ്റെ ഒരു ആശയം, അതിൻ്റെ അർത്ഥം അറിയുമെന്നല്ലാതെ നമ്മൾ ശരിക്കും എങ്ങനെ ഇതിനെ അമലാക്കണം എന്ന കാര്യം നമുക്ക് മനസ്സിലാവില്ല. അതാണ് പറയുന്നത് തദബ്ബുർ ചെയ്യണം എങ്കിലേ ഹൃദയത്തിലേക്ക് ഇത് കടക്കുള്ളൂ എന്ന് പറയാൻ കാരണം. നോക്കി, ഈ വിഷയം പറയുമ്പോൾ അള്ളാഹ് ആദ്യം പറഞ്ഞെന്താ? വലക്കത് സറഫ്ന, കൈവച്ചോളി, വായിക്കുന്നിടത്ത് കൈവച്ചോളി. വലക്കത് സറഫ്ന ഫി ഹാദൽ ഖുർആൻ, തീർച്ചയായും ഈ ഖുർആനിൽ ഞാൻ എല്ലാത്തര ഉപമകളും അത് പലതരത്തിൽ വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണേ. വലക്കത് തീർച്ചയായും സറഫ്ന ഫി ഹാദൽ ഖുർആനി മിൻ കുല്ലി മസലിൻ ഫി ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി, ആർക്ക് വേണ്ടിയിട്ടാണ്? മനുഷ്യർക്ക് വേണ്ടിയിട്ട് എല്ലാ തരം ഉപമകളും വേർതിരിച്ച് വിവരിച്ച് പറഞ്ഞിട്ടുണ്ടല്ല ഈ ഖുർആനിൽ. അത് അങ്ങനെ വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഇതിൻ്റെ മുന്നിൽ കുറച്ചേരം ഇരിക്കണ്ടേ? ഇത് തുറന്ന് വെച്ച് അതിലേക്ക് നോക്കി കുറച്ചേരം ഇരുന്നാൽ മാത്രമല്ലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അള്ളാഹ് പറയാണ് നാം എല്ലാ ഉപമകളും, ഈ ഉപമകൾ പറഞ്ഞെന്തിനാ? ഇപ്പോൾ ഒരു അധ്യാപകൻ കുട്ടിക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഉപമകൾ പറഞ്ഞെന്തിനാ? കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു ഖുർആനിൽ ജനങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഉപമ പറയാം. ആ ഉപമ പറയുന്നതിൽ അള്ളാഹ്ക്ക് ഏത് ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊദ, ഒരു കൊതുകിനെ പോലും ഉദാഹരിക്കാൻ ആർക്ക് മടിയില്ല. അള്ളാഹ്ക്ക് സൂറത്ത് അൽ ബഖറിൻ്റെ ആദ്യത്തിൽ കാണാം, അള്ളാഹ് ഉപമ പറയുന്നതിൽ അള്ളാഹ്ക്ക് ഒരു കൊതുകിനെ പോലും, അതിനേക്കാൾ മോശം മമാ ഫൗഖഹ, അതിനേക്കാൾ താഴെയുള്ളത് പറയാൻ ആർക്കും മടിയില്ല. അള്ളാഹ്ക്ക് ലജ്ജയില്ല. കാരണം എന്താണെങ്കിലും ഉപമകൾ പറയുമ്പം റഹ്മാനായ റബ്ബ് ഒരു കൊതുകിനെ പറ്റിയാൽ പറഞ്ഞ ആരും ചിന്തിക്കണ്ട. ആ കൊതുകിനെ പറ്റിയാണ് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുകയുള്ളെങ്കിൽ അള്ളാഹ് എന്ത് പറയും? കൊതുകിനെ പറ്റി പറയും. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ എന്തിനാ? മനുഷ്യന്മാർക്ക് മനസ്സിലാകാനാണ്. ശരി, അപ്പോൾ വലക്കത് സറഫ്നാ ഫി ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ. എന്താ കാരണം? വകാനൽ ഇൻസാനു അക്സറ ഷൈഇൻ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം തർക്ക സ്വഭാവമുള്ളവനാണ്. മനുഷ്യൻ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും ആര് പറഞ്ഞാലും മനുഷ്യൻ എടുക്കൂല. മനുഷ്യന്മാരോടൊരു കാര്യം പറയുമ്പോൾ അതാരാ പറയണത്? പറഞ്ഞവൻ ആരാണ്? ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണ്, ഓൻ ഏത് ഗ്രൂപ്പാണ്, ഏത് ജാതിയാണ്, ഏത് വിഭാഗമാണ് എന്നൊക്കെ നോക്കിയിട്ട് മനുഷ്യൻ സ്വീകരിക്കുള്ളൂ. അല്ലാതെ ഈ പറയുന്നതിൽ എനിക്ക് വല്ല കാര്യമുണ്ടോ? എൻ്റെ പരലോകത്തിലേക്കും എൻ്റെ ഖബറിലേക്കും എൻ്റെ ഈമാൻ കൂടാനും എനിക്ക് വല്ലതും കിട്ടുമോയെന്ന് മനുഷ്യന്മാർ ചിന്തിക്കൂല. മനുഷ്യൻ ചിന്തിക്കൽ എന്താ? അക്സറഷ, ഇതാരാ ഈ പറഞ്ഞതെന്ന് അറിയങ്ങൾ? റഹ്മാനായ റബ്ബിൻ്റെ വാക്കാ എന്തൊക്കെ?
വഖാനൽ ഇതൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതി വിടുന്ന ആയത്താ, എല്ലാ വെള്ളിയാഴ്ച ഓതി വിടുന്ന ആയത്താ സൂറത്ത് അൽ കഹ്ഫിലെ. വഖാനൽ ഇൻസാനു അക്സറ ഷൈഇൻ ജദല. അതിൽ നമ്മൾ പെടുവന്ന് ജദല എന്ന് പറഞ്ഞാൽ ചെതലെന്ന് കേട്ടില്ല ഞങ്ങൾ. ഇവിടെ ചെതലല്ല വാക്ക്, മനുഷ്യന്മാരങ്ങനെയാണ്, ചെതലിൻ്റെ മാതിരിയാണ് ചില മനുഷ്യന്മാർ. ചെതലിൻ്റെ പ്രത്യേകത എന്താ? എവിടെയെങ്കിലും ഒരു ചെതലുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇതാക്കി വെക്കാണ്ട് പിന്നെ അവിടെ വരും കുറച്ച് കഴിഞ്ഞാൽ ആ സാധനം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ വരും ആ സാധനം. മനുഷ്യൻ അങ്ങനെയാണ്, എത്ര മനസ്സിലാക്കി കൊടുത്താലും ചിലപ്പോൾ അപ്പം മനസ്സിലായി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ അല്ല എന്നാലും ഇങ്ങനെ വരും മനുഷ്യൻ്റെ മനസ്സിൽ. അപ്പോൾ അതിന് അള്ളാഹുത്തല എന്താ ചെയ്യുന്നത്? മനുഷ്യന്മാർക്ക് മനസ്സിലാകാൻ വേണ്ടി അള്ളാഹു എല്ലാ തരത്തിലുള്ള ഉദാഹരണങ്ങളും ഉദാഹരിക്കുകയാണ്. വക്കാനൽ ഇൻസാനു അക്സറ ഷൈഇൻ ജദല. മനുഷ്യന്മാരങ്ങനെയാണ്, തർക്ക സ്വഭാവം. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹുത്തല എന്ത് ചെയ്യുന്നത്? ഈ കാര്യങ്ങളൊക്കെ വിവരിക്കുന്നത്. ബാക്കി വമാമൻ, നിങ്ങളുടെ അള്ളൊരു ചോദ്യം ചോദിക്കുക, വമാ മനാന്നാസ ആ യുമിനു ഇത് ജാഹുമുൽ ഹുദ. അവർക്ക് ഈ ഹുദ വന്ന് കിട്ടിയതിന് ശേഷം ഈ വിശ്വാസം സ്വീകരിക്കാൻ അവർക്ക് എന്ത് തടസ്സാനുള്ളത്? വമാ മനാന്നാസ, ജനങ്ങളെ തടയുന്ന കാര്യം എന്താണ്? ആ യുമിനു വിശ്വസിക്കാൻ ഇത് ജാഹുമുൽ ഹുദ. അവർക്ക് ഈ ഹുദ വന്നപ്പോൾ അത് വിശ്വസിക്കാൻ ജനങ്ങളെ തടയുന്ന കാര്യം എന്താണ്? അള്ളാഹു ചോദിക്കുക, എന്താ പറഞ്ഞത്? എന്താണത്? ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തടസ്സമാകുന്ന കാര്യം പലപ്പോഴും നമുക്കെന്താ ആ പറഞ്ഞത് ആരാണെന്ന് നോക്കണോണ്ടൊക്കെയുള്ള പ്രശ്നമല്ലേ അല്ലേ? ഈ പറഞ്ഞതിൽ നമുക്ക് വല്ല ഗുണപാഠവുമുണ്ടോ? നമുക്ക് വല്ലതും പഠിക്കാനുണ്ടോ? എനിക്കെന്തെങ്കിലും നേട്ടം അതുകൊണ്ട് പരലോകത്തേക്ക് കിട്ടാനുണ്ടോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ എന്തെങ്കിലും തടസ്സം ഒരാൾക്ക് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. പണ്ട് ഉമ്മർ മൗലവി പണ്ടേ പറയുന്നൊരു വാക്കുണ്ട്, എന്ത്? നിങ്ങൾ ആളെ നോക്കണ്ട, തെളിവ് നോക്കിക്കോന്ന്. ആളെ നോക്കണ്ട, തെളിവ് നോക്കിക്കോന്ന് പറയും ഉമ്മർ മൗലവി പറയും, എപ്പോഴും പറയും. അപ്പം തെളിവ് വന്ന് കിട്ടിയാൽ അതാണ് ഹുദ, ആ തെളിവാണ് ഹുദ. അത് കിട്ടിയാൽ പിന്നെ ജനങ്ങൾക്കത് സ്വീകരിക്കാൻ എന്ത് തടസ്സമാണുള്ളത്? ബാക്കി വയസ്തഗ്ഫിറു റബ്ബഹും ഇല്ലാ അൻ തഅ്തിയഹും സുന്നത്തുൽ അവ്വലീന. പൂർവികന്മാരായ ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു തആല ചില നടപടികൾ സ്വീകരിച്ചു. അങ്ങനെയുള്ള നടപടികളും അതുപോലെ തന്നെ ഇവർക്ക് ഇനി നേരിട്ട് വല്ല ശിക്ഷയും വരും. അതിനു മുമ്പ് റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, പൊറുക്കലിനെ തേടാനും അവർക്ക് തടസ്സമെന്താണ് എന്നാണ് അത് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പൂർവികന്മാർക്ക് വന്ന നടപടി എന്താ? പൂർവികന്മാരായ ആൾക്കാർക്ക് വന്ന നടപടിക്രമങ്ങൾ എന്തായിരുന്നു? ആദിനും സമൂദിനും ഒക്കെ എന്താ സംഭവിച്ചത്? അവരൊക്കെ അള്ളാഹ് എന്താ ചെയ്തത്? നശിപ്പിച്ചു. അതേപോലെ ഇനി നമുക്ക് ഈ ഉള്ള ആൾക്കാർക്ക് നമ്മളെ മുന്നിലും വരുന്നതിൻ്റെ മുമ്പായി റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാനും ഇസ്തിഗ്ഫാർ ചെയ്യാനുമൊക്കെ മനുഷ്യനെന്താ തടസ്സം എന്നാണ് ചോദിക്കണത്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. ഇതെന്താ ശരിക്ക്? ഇസ്തിഗ്ഫാർ അല്ലേ? ഇസ്തിഗ്ഫാർ ആണോ? പൊറുക്കലിനെ തേടലല്ലേ? പടച്ചോനെ പിടികൂടല്ല പടച്ചോനെ, ശിക്ഷിക്കല്ല പടച്ചോനെ എന്ന് പറഞ്ഞാൽ ആ ചോദിക്കണ കാര്യം ഇസ്തിഗ്ഫാറാണ്. അപ്പോൾ ഇത് പറയാൻ മനുഷ്യർക്ക് എന്താണ് തടസ്സം എന്നാണ് അവ ചോദിക്കണത്. എന്താ പറയാൻ മടി? ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഖുർആൻ ക്ലാസ്സിൽ വന്നാൽ, ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കട്ടെ, ഒരു ഖുർആൻ ക്ലാസ്സിൽ വന്നു, നമ്മൾ ഇരുന്നു, കുറച്ച് നേരം അള്ളാഹിൻ്റെ കലാമിലേക്ക് നോക്കി, അത് ഊതി, അത് വായിച്ചത് പഠിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ശരിക്കും എന്താ ഉണ്ടാകുക? ഇവിടെ ഇങ്ങനെ വന്ന് അതൊന്നും തിരക്കടില്ല കേട്ടോ, ഫാനൊക്കെ കറങ്ങുന്നുണ്ട്, AC വർക്ക് ചെയ്യണില്ലല്ലോ ബൗട്ടേക്ക, അല്ലെങ്കിൽ ഇതൊന്നും കൂടി ഉഷാറാക്കണമല്ലോ. ഇതൊക്കെയാണോ നമ്മളെ ചിന്ത? ആണോ? അല്ല. പിന്നെന്താ? ഏത് മഴയത്തും വെയിലത്തും ക്ലാസ്സിന് വരണത് എന്തുകൊണ്ടാണ്? നമ്മൾ ഏത് പ്രതിസന്ധിയിലും വരണത് എന്തുകൊണ്ടാണ്? വന്ന് നമുക്ക് പോകുമ്പോൾ നമ്മളെ മനസ്സിൽ എന്താ ഉണ്ടാകുക? ഇതിനെപ്പറ്റി ഈ ഇരുന്നതും കണ്ടതും ഇതൊന്നുമല്ല നമ്മളെ മനസ്സിൽ. ഈ ഇരുന്ന ബെഞ്ചോ ഡെസ്കോ ഈ ഫാനോ ഹോളോ ഒന്നുമല്ല. പിന്നെ നമ്മളെ മനസ്സിൽ എന്താ ഉണ്ടാകുക? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എന്താ ഉണ്ടാകുക? പടച്ചോനെ, ഞാൻ മരിച്ച എൻ്റെ അവസ്ഥ എന്തായിരിക്കും? പുറത്തുണ്ടോ പടച്ചോനെ? മാപ്പാക്ക് പടച്ചോനെ, ഇനി എത്ര ആയുസുണ്ടെന്ന് അറിയില്ല പടച്ചോനെ, മാപ്പാക്ക് പടച്ചോനെ, പുറത്തുണ്ടോ പടച്ചോനെ? ഈ ചിന്തല്ലേ നമ്മളെ മനസ്സിലുണ്ടാവുക? ആണോ? അല്ലേ? അതാണ് സത്യസന്ധമായിട്ട് ഉണ്ടാവുക. എങ്കിൽ അള്ളാഹ് പറഞ്ഞത് ഇതിനെന്താ നിങ്ങൾക്ക് തടസ്സം എന്നാണ് ചോദിക്കണത്. ഇനി ആരെ കാത്തിരിക്കണത്? എന്താ നിങ്ങൾക്ക് തടസ്സം?
ഈ പൊറുക്കലിനെ തേടാനും റബ്ബിലേക്ക് മടങ്ങാനും ഇതിനൊക്കെ നിങ്ങൾക്ക് എന്ത് തടസ്സമുള്ളത്? ഒരു കാര്യം അല്ലാഹു ഖുർആനിൽ പറഞ്ഞാൽ അത് നമ്മളെ വിശ്വാസമായി സ്വീകരിക്കാനും നമ്മളെ കർമ്മങ്ങളായി കൊണ്ടുവരാനും എന്ത് തടസ്സമാണുള്ളത് എന്നാണ് അത് ചോദിക്കുന്നത്. ഇത് ചോദിച്ചതിന് ശേഷം അല്ലാഹു പറയാം, വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന. എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു തആല സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനും നരകം കൊണ്ട് താക്കീത് ചെയ്യാനുമാണ് അല്ലാഹു തആല എല്ലാ പ്രവാചകന്മാരെയും അയച്ചത്. ബാക്കി എന്നാൽ നിഷേധികളായ ആളുകളുടെ സ്വഭാവം ഏത് കാലത്തും എന്താണ്? തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്താ ചെയ്യുക? സത്യത്തെ തകർക്കുക എന്നതാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ ലക്ഷ്യം. അവരതിനെ പരിഹാസമാക്കി സ്വീകരിക്കുകയാണ്. ഖുർആനിനെ രണ്ട് നിലക്ക് മനുഷ്യന്മാർ സ്വീകരിക്കണില്ലേ? ഇല്ലേ? ഇപ്പം ഉണ്ടല്ലോ മറ്റേ ചങ്ങായിൻ്റെ പേരെന്താ? ആ ചങ്ങായി എന്താ ചെയ്യണ്? ആരിഫ് എന്താ ചെയ്യണ്? ഇപ്പോൾ അയാൾ ഖുർആൻ ഓതിയിട്ട് ഖുർആനെ പരിഹസിക്കുകയാണ് അല്ലേ? ആരിഫ് ഹുസൈൻ എന്താ ചെയ്യണത്? ഖുർആൻ ഓതി ഖുർആനെ പരിഹസിക്കാണ്, ഖുർആൻ ഓതി ഖുർആനെ കളിയാക്കാണ്. അള്ളാനെ അയാൾ ഡിങ്കെന്നാ വിളിക്കൽ, പരിഹസിക്കാണ്. ഓ മുസ്ലിമാണ്. കണ്ട ഖുർആൻ അല്ല പറയാം, മനുഷ്യന്മാർ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, ഖുർആൻ്റെ മുന്നിൽ അവർ ഇരുന്ന് ചിന്തിച്ച് പഠിച്ച് പാപമോചനം തോടി ഇസ്തിഗ്ഫാർ ചെയ്യും, റബ്ബിലേക്ക് അടുക്കും. അങ്ങനെ അവർ ഖുർആനിൽ പറഞ്ഞത് അപ്പടി വിശ്വസിക്കും, ചോദ്യം ചെയ്യാതെ റബ്ബ് പറഞ്ഞതാണ്. എന്നാൽ മറ്റൊരു വിഭാഗം തർക്കിക്കാൻ വേണ്ടി പറയും, ആളുകളുമായി തർക്കിക്കാൻ, അള്ളാനെ പരിഹസിക്കാൻ, അള്ളാനെ കളിയാക്കാൻ. ഇത് ആയത്ത് നോക്കി നിങ്ങൾ പച്ചക്കല്ല പറയാ. എന്താണ് അള്ളാഹ് ആദ്യം പറഞ്ഞത്? തുടങ്ങിയത് ഷറഫ്നാ ഫി ഹാദൽ ഖുർആനി മിൻ കുല്ലി മസലാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സങ്കടകരമായ കാര്യം വയുജാദിലുല്ലദിന കഫറു ബിൽ ബാത്തിൽ ലിയുദ്ഹിലു ബിഹിൽ ഹഖ വത്തഖദു ആയാതി വമാ ഉൻദിറു ഹുസുവ. അപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നത്? നമ്മൾ വളരെ സമാധാനത്തിലും സന്തോഷത്തിലും, കാരണം ഖുർആനിനെ അള്ളാഹ് പറഞ്ഞതുപോലെ യഥാവിധി ഉപയോഗിക്കുന്ന ആളുകൾ നമ്മൾ ഉൾപ്പെടുന്നു എന്നതിലേറെ സന്തോഷമാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് അള്ളാഹ് പറയാണ് വമൻ അദ്ലം. കേട്ടോളി, വമൻ അദ്ലം, ഏറ്റവും വലിയ അക്രമി ആരാണ്? മിമ്മൻ ദുഃഖിറ ബി ആയാത്തി റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ ആയാത്തുകൾ ഓർമ്മിപ്പിക്കപ്പെട്ടിട്ട് റബ്ബിൻ്റെ ആയാത്തുകൾ ഇതാ ഇന്നതൊക്കെ നിങ്ങൾക്ക് പഠിക്കാണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഫഅറള അൻഹ, അതിൽ നിന്ന് തിരിഞ്ഞു കളയുക. വനസിയ, എന്താ നസിയ പറഞ്ഞാൽ? റബ്ബനാ ലാ തുആഖിദ ഇൻ നസീന. എന്താ നസിയ പറഞ്ഞാൽ? മറക്കുക. വനസിയ മാ ഖദ്ദമത്തിയത്, അവൻ്റെ കൈകൾ പ്രവർത്തിച്ച, അവൻ ചെയ്തു പോയ എല്ലാ കാര്യങ്ങളെയും അവൻ്റെ ജീവിതത്തിൽ വിട്ടുപോയതൊക്കെ മറന്നിട്ട് അള്ളാഹുവിൻ്റെ ആയാത്തുകൾക്ക് നേരെ മുഖം തിരിച്ച് മാറിക്കളയുന്നവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരാണ്? അപ്പം ഇവിടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾക്ക് നേരെ മുഖം തിരിച്ച് അതിനെ മറന്നു കളഞ്ഞ് ജീവിതത്തിൻ്റെ കൈകൾ സമ്പാദിക്കാൻ അവൻ്റെ പ്രവർത്തനം, ആ പ്രവർത്തനത്തെ ക്രമീകരിക്കേണ്ടത് ഈ ദൃഷ്ടാന്തങ്ങൾക്കനുസരിച്ചാണ്. ആ ദൃഷ്ടാന്തത്തെ മറക്കുന്നത് കൊണ്ടാണ് അവനെന്ത് പറ്റുന്നത്? അവൻ്റെ പ്രവർത്തനത്തെ അവൻ വിസ്മരിച്ച് കളയുന്നത്. മനസ്സിലായില്ലേ? അപ്പം രാത്രി ദൃഷ്ടാന്താണ്. എങ്ങനെ ദൃഷ്ടാന്തം? രാത്രി ആയുസ്സാണ്. അപ്പം എന്ത് ചെയ്യും? രാത്രി എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നാണ് പറഞ്ഞത് ഖുർആനിൽ? രാത്രി ആയാത്താണ്. വമിൻ ആയാത്തിഹിൽ ലൈലു വന്നഹാർ. വേറെ ആയത്ത്, അവൻ്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് രാവും പകലും. എങ്ങനെ രാവ് ദൃഷ്ടാന്താകുക? രാത്രി മുഴുവനും കിടന്നുറങ്ങലാണോ? അല്ല, പിന്നെന്താ? രാത്രി നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എഴുന്നേൽക്കും, എന്നിട്ട് അവൻ തഹജ്ജുദ് നിസ്കരിക്കും, ദിക്റുകളും ദുആകളുമായിട്ട് അവൻ ജീവിക്കും, അള്ളാഹിനെക്കുറിച്ച് ഓർക്കും, നരകത്തെക്കുറിച്ച് പേടിച്ച് കരയും, സ്വർഗം ആഗ്രഹിക്കും, സ്വർഗം ചോദിക്കും. അങ്ങനെ ആ രാവ് അവൻ ഉപയോഗപ്പെടുത്തി. എത്ര രാവ് ആയുസ്സിൽ പിന്നിട്ട് പോയി? കണക്കുണ്ടോ? കുറച്ച് ഇരുന്ന് കൂട്ടിയാൽ കിട്ടും. വയസ്സെത്ര നോക്കിയാൽ മതി. വയസ്സെത്ര നോക്കിയിട്ട്, വയസ്സ് ചിലപ്പോൾ നമ്മളെ വയസ്സൊന്നും കൂടുതൽ വയസ്സുള്ള ആൾക്കാരൊന്നും കറക്റ്റ് ആവണമെന്നില്ല. കാരണം അത് കൊട്ടക്കണക്കൈക്കാരം. കാരണം അന്നത്തെ കാലത്തൊന്നും എന്തില്ല. ഇപ്പോഴല്ല, ഇപ്പം ഈ SIR വന്നപ്പോഴാണ് പണ്ട് മരിച്ചുപോയ ആപ്പാനും ഉമ്മാനും തരണതും നോക്കണതും പിന്നെ എന്താണ് ഈ ഇത് വരണതും ഒക്കെ ഇപ്പോഴാണല്ലോ നോക്കണത്. ഇപ്പോഴാണല്ലോ ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് മറ്റോ മറിച്ചൊക്കെ വേണ്ടി വന്നത്.
പണ്ടാവുന്നില്ലല്ലോ. പണ്ട് നമ്മളൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര? അത് അധികം ആൾക്കാരത് 15 അതെന്താ സ്കൂളിൽ ചേർത്താൻ കൊണ്ടുപോകുമ്പോൾ മാഷ് പറയും എന്ത്, അവിടെയുള്ള അധ്യാപകൻ പറയും എത്ര. അത് പിന്നെ ഒരു കണക്ക് പറയും. കഴിഞ്ഞ റബി ലെവൽ 4-ാമത്തെ റബി ലെവലിൻ്റെ 15 3 6 എന്നൊക്കെ പറയുമ്പം ഓലെന്താക്കും, ഓർക്ക് ആയിക്കോട്ടെ റബി ലെവലാണ്. അപ്പോൾ ഓര് വളവന്മാരാണ് മാഷുമാർ. ഓലെന്ത് ചെയ്യുക, ഓല ഒരു ഡേറ്റ് ഉണ്ട് എഴുതും 15/70. കറക്റ്റ് തന്നെ. ജൂൺ 1 അപ്പോൾ അങ്ങനെ ഡേറ്റ് ഉണ്ടല്ല. അപ്പോൾ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ കറക്റ്റ് കിട്ടും. ഒരു 10-35 വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും, ഒരു കറക്റ്റ് കണക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ കൂട്ടു നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രാവ് കിട്ടി എന്നുള്ളത് ഓർമ്മ ഉണ്ടാകും. അപ്പോൾ ഈ രാവിൽ എത്ര രാവ് നമ്മൾ ഉപയോഗപ്പെടുത്തി ചിന്തിച്ചാൽ മതി. അപ്പം പടച്ചോനെ പല രാവുകളും ഇല്ല, മൈനസാണ്. അപ്പോൾ ഇനി നമ്മൾ ചിന്ത എന്ത് വരും, പടച്ചോനെ ഇനി എത്ര രാവ്, പിന്നിട്ട രാവ് കിട്ടൂല എന്നുറപ്പാണ്. പിന്നിട്ട രാവ് കിട്ടൂല എന്നുറപ്പാണ്. അപ്പോൾ ഇനി എന്ത് വേണം, ഇനി ഉള്ളതെങ്കിലും പടച്ചോനെ ഉള്ളതെങ്കിലും എനിക്ക് നന്നാക്കണം എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തും. അതിനെന്ത് വേണം, ഈ ദൃഷ്ടാന്തങ്ങൾക്ക് നേരെ നമ്മൾ അതിനെ അവഗണിച്ച് തിരിഞ്ഞു നടന്നാൽ, അതിനെ മറന്നു കളഞ്ഞാൽ നമ്മൾ വലിയ തെറ്റാണ് ചെയ്യുക. അത് അല്ലാഹ് പറയാ, വഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂഹു വഫീ ആദാനിഹിം വഖറാ. ഇത് ഗ്രഹിക്കാതിരിക്കാൻ അവരുടെ കാതുകളിൽ ഒരു മൂടി വച്ചിരിക്കുകയാണ്. എന്നർത്ഥം ഈ ഖുർആൻ കേൾക്കാത്ത ആളുകളെ സംബന്ധിച്ച് അല്ലാഹു തആല കാതുകളിൽ മൂടി വെച്ചു, ഹൃദയത്തിൽ മൂടി വെച്ചു. ഹൃദയത്തിൽ അവർ ഒരു അക്കിന്നത്തുണ്ടാക്കി, ആദാനിൽ വക്കർ വെച്ചു എന്നൊക്കെ പറയാനുള്ള കാരണം എന്താ? ഒക്കെ അടപ്പ് ഭാരം ഒക്കെ കയറ്റി വെച്ചു. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? മനഃപൂർവ്വം പോകാതിരിക്കുക എന്നാണ് പറഞ്ഞത്. അല്ലാതെ ആരെങ്കിലും ചെവിയിൽ അടപ്പിച്ചടക്കണ്ട, ആരെങ്കിലും ചെവിയിൽ അടപ്പിച്ചടക്കണ്ട ഇല്ല. പിന്നെ എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? മനഃപൂർവ്വം ഖുർആൻ പോയാൽ കേൾക്കേണ്ടി വരും. ഖുർആൻ കേൾക്കുമ്പം കേൾക്കാത്ത അടപ്പ് തുറക്കുക ചെയ്യുക. അടപ്പ് ഖുർആൻ കേൾക്കുമ്പോൾ അടപ്പ് തുറന്നു, ചെവി തുറന്നു, ഹൃദയം തുറന്നു. ഹൃദയത്തിലെ അടപ്പ് ഭാരം വെച്ചത് മാറ്റി വെച്ചു, ഹൃദയം തുറക്കും, ചെവി തുറക്കും. അപ്പം ഈ ചെവിൻ്റെ ഇത് ഖുർആനിൽ ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് വരുന്നതാണ്. ചെവിയിൽ അടപ്പ് വെച്ചു, ഹൃദയം മൂടി വെച്ചു എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം അത് കേൾക്കാതിരിക്കുന്നു എന്നർത്ഥം. അതാണ് ഈ അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുന്നു. വഇൻ തദ്ഉഹും ഇലൽ ഹുദാ, ഈ സന്മാർഗത്തിലേക്ക് അവരെ ക്ഷണിച്ചാൽ വലൻ യഹ്തദു ഇദൻ അബദ, ഒരിക്കലും അവർ ആ സന്മാർഗം സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ പറയുക, ഖുർആൻ പഠിക്കാതെ, ഖുർആനിലേക്ക് വരാതെ, ഖുർആനെപ്പറ്റി ചിന്തിക്കാതെ ഒരിക്കലും ഹിദായത്തിൻ്റെ മാർഗം സ്വീകരിക്കാൻ നമ്മളെക്കൊണ്ടൊന്നും പറ്റൂല എന്ന് തന്നെ അള്ളാഹ് പറയണത് വളരെ വ്യക്തമായിട്ട്. അപ്പം റബ്ബിനോട് പ്രാർത്ഥിച്ചോളി. എന്ത്? റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീന ഔതന. പടച്ചോനെ പലതും ഇങ്ങനെ വന്നു പോയിട്ടുണ്ട്, പടച്ചോനെ മറന്നു പോയിട്ടുണ്ട്, പലതിലും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പടച്ചോനെ, വിസ്മരിച്ചു പോയി, വിട്ടുപോയിട്ടുണ്ട് പടച്ചോനെ. ഇത് മനസ്സിൽ വെച്ചിട്ട് ദ്വാരുന്നോളി. പടച്ചോൻ കബൂലാക്കാതിരിക്കൂല. അള്ളാഹു ഒരു സംഗതി കബൂലാക്കലെപ്പോഴാണ്, അള്ളാഹു ഒരു കാര്യം സ്വീകരിക്കലെപ്പോഴാണ്? നമ്മളെ നെയ്യത്ത് നന്നാകുമ്പോഴാണ്, നമ്മളെ മനസ്സിൽ ഇഖ്ലാസ് ഉണ്ടാകുമ്പോഴാണ്. ആത്മാർത്ഥമായി റബ്ബിനോട് നമ്മൾ കാര്യം പറഞ്ഞാൽ റബ്ബ് തട്ടിക്കളയൂല. ആത്മാർത്ഥമായി നമ്മൾ പറഞ്ഞാൽ റബ്ബ് അത് കബൂൽ ചെയ്യുന്ന ചെയ്യും, റബ്ബ് സ്വീകരിക്കും. ആത്മാർത്ഥമായി നമ്മൾ പറഞ്ഞാൽ അത് ആത്മാർത്ഥം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇതെന്തിനാണ് ഞാൻ പറയുന്നത് എന്ന ബോധം നമുക്ക് ഉണ്ടാകണം. ശരി, ഇനി അടുത്തത് അപ്പോൾ ഒന്നതാണ്. ഇനി ഇതിൽ നിങ്ങൾ 20ാമത്തെ സൂറത്തിലെ 26 അതും കൂടെ എഴുതിക്കളി. ഇതിൽ രണ്ട് ആയത്തുകൾ എഴുതുക. മനുഷ്യൻ മറക്കുമെന്ന് പറഞ്ഞ 8 കാര്യങ്ങൾ, മനുഷ്യൻ മറക്കുമെന്ന് ഖുർആനിൽ പറയുന്ന 8 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ്. അതിൽ 2 ആയത്തുണ്ട്. 20-ൽ 26 അതും കൂടി മറിച്ചിട്ട് നമുക്ക് നിർത്താം. ഒന്ന് മറിക്കാം എല്ലാവരും. രണ്ടാമത്തെ കാര്യം അടുത്ത ക്ലാസ്സിൽ പറയാം. സൂറത്ത് തോഹ, സൂറത്ത് തോഹയിലെ 26ാമത്തെ ആയത്ത്.
അത് ആയത്ത് നമ്പർ തെറ്റിയിട്ടുണ്ട്. അത് 126 നോക്കുകയാണെങ്കിൽ 126 ഇതിലെ സൂറത്ത് താഹയിലെ 126. അവിടെ കാണാം. കണ്ടില്ലേ 126. قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. 2 വട്ടം റബ്ബന ലാ തുആഖിദ്നാ നെസ്സിനെ പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരേണ്ടതാ. എന്താ വിഷയം എന്നറിയാം നിങ്ങൾക്ക്? എന്താ വിഷയം? നാളെ പരലോകത്ത് അല്ലാഹു തആല മനുഷ്യന്മാരെ കണ്ണുപൊട്ടന്മാരായി ഒരുമിച്ച് കൂട്ടും. ഏറ്റവും കൂടുതൽ കണ്ണൊട്ടന്മാരുണ്ടായാലും എവിടെ നിങ്ങൾ? എവിടെ? പരലോകത്താ. ഏറ്റവും കൂടുതൽ കണ്ണുപൊട്ടന്മാരുണ്ടാകൽ എവിടെ? ഒരു കാര്യം മനസ്സിലാക്കിക്കോളി. നമുക്ക് പടച്ചോൻ കണ്ണ് തന്നിട്ട്, കാഴ്ച തന്നിട്ട്, ഖുർആൻ നോക്കിയിട്ടില്ലെങ്കിൽ, ഖുർആനിലേക്ക് കണ്ണ് പോയിട്ടില്ലെങ്കിൽ, ഖുർആൻ നോക്കി പഠിച്ചിട്ടില്ലെങ്കിൽ, ദുനിയാവ് മുഴുവനും കണ്ടു, ടൂറ് പോയി, പല സൗന്ദര്യങ്ങളും നമ്മൾ ലോകത്തിൻ്റെത് കണ്ടു, പല സൗന്ദര്യങ്ങളും നമ്മൾ ആസ്വദിച്ചു. നമ്മൾ ആസ്വദിക്കാത്ത, നോക്കാത്തൊരു സംഗതി എന്ത് മാത്രം? മുറ മാത്രം. പണ്ടൊരു വാപ്പ പറഞ്ഞില്ലേ, പിന്നെ പെരിയിൽ കളവ് ഇങ്ങനെ പോവുക, പൈസ എവിടെ കൊണ്ടുവച്ചാലും കളവ് പോവും. അളുക്കൻ്റെ ഉള്ളിൽ വെച്ച് അവിടുന്ന് പോയി, അലമാരയിൽ വെച്ച് അവിടുന്ന് പോയി, എവിടെ വെച്ചാലും പോവും. അവസാനം പറഞ്ഞ് ഈ ഖുർആൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ച ആളാണ്. കാരണം അതെടുത്ത് നോക്കുകയൊന്നുമില്ലല്ലോ, അത് ആരും എടുത്ത് നോക്കൂല. അവന് ഖുർആനിൽ പൈസ വെച്ചാൽ പോകൂല. കാരണം എന്താ? ഇനി മക്കളാരെങ്കിലുമൊക്കെ പൈസ എടുക്കണോ ഖുർആനിൽ കൊണ്ടുവച്ചോണ്ടിമാർ, മക്കളൊക്കെ ആരെയും പൈസ എടുക്കണവരുണ്ടെങ്കിലേ ഖുർആൻ, കാരണം അതേതായാലും എടുക്കാത്തൊരു സാധനമാണ്, അതുകൊണ്ട് പൈസ പോകില്ല എന്ന് പറയും. ഇതേപോലെ ഖുർആൻ എടുക്കാതെ, ഖുർആൻ നോക്കാതെ, ഖുർആൻ വായിക്കാതെ ജീവിച്ച മുഴുവൻ ആൾക്കാരും, ഓനും ചില ആൾക്കാർ പറയും വയസ്സ് എത്ര, 96 വയസ്സ്, എന്നിട്ട് പത്രം വായിക്കണുണ്ടല്ലേ? രാവിലെ കട്ടൻ ചായ കുടിക്കണ മുമ്പ് എന്ത് കിട്ടണം? പത്രം കിട്ടണം, വായിക്കണ്ട്. അത് എങ്ങനെ വായിക്കണേ? കണ്ണട വെക്കാതെ വായിക്കണേ. 96 വയസ്സിന് കണ്ണട വെക്കാതെ പത്രം വായിക്കണ ആൾക്കാരുണ്ട്. എന്താ കണ്ണിൻ്റെ കാഴ്ച? എങ്ങനെ മരണപ്പെട്ടാലും 106 വയസ്സിൽ മരിച്ചപ്പോഴും കണ്ണിന് നല്ല കാഴ്ചയോടുകൂടിയാണ് മരിച്ചത്. പക്ഷെ പരലോകത്തെ കണ്ണോട്ടനെ കാരം. ആയത്ത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ വെറുതെ പറയല്ല. ഇവിടെ കണ്ണ് തന്നതാരാ? പടച്ചോൻ. കണ്ണിന് കാഴ്ച തന്നതാരാ? പടച്ചോൻ അല്ലേ? ഒരു മനുഷ്യൻ മരിച്ചാൽ ആദ്യം എന്താ ചെയ്യേണ്ടി? മതി കണ്ടത്, ഇനി നോക്കണ്ട. കണ്ണ് ഭയങ്കര കണ്ണേക്കാരം. തദൂർ അഅ്യുനുഹും, കണ്ണിങ്ങനെ മറഞ്ഞു പോകും. ഡോക്ടറെ കൊണ്ടുവന്ന ഡോക്ടർ ആദ്യം എന്താ ചെയ്യുക? മരിച്ചോന്നറിയാൻ അടിച്ചു നോക്കും, കണ്ണ് മറഞ്ഞിട്ടുണ്ടാവും. അത് മലക്കുകൾ ഇങ്ങനെ പോവുക, ഇങ്ങനെ വന്നിട്ട് മലക്കുകൾ ഇങ്ങനെ പോവുക. റൂഹറ്റ് മലക്കുകളെ മുന്നിൽ ഇങ്ങനെ കാണും, മരിക്കണ മനുഷ്യൻ കാണും. ഒരു മലക്കല്ലട്ടാ, കുറേ മലക്കുകളെ വരിക. സുമ്മ ജാ മലക്കുൽ മൗത്ത്, പിന്നെ മലക്കുൽ മൗത്ത് വരിക ലാസ്റ്റ്. ആദ്യം കുറേ മലക്കുകൾ വരും, പിന്നെ ലാസ്റ്റ് മലക്കുൽ മൗത്ത് വരിക. എന്നിട്ട് റൂഹിനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് പോവുക ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പം അതുവരെ നമ്മളെ കണ്ണിന് ഏറ്റവും വലിയ കുളിർമ 3 കാര്യം. നമ്മളെ കണ്ണ് കാണേണ്ട ഏറ്റവും കുളിർമയുള്ള കാര്യം 3 കാര്യം. എന്തൊക്കെ? ഒന്ന് ഉമ്മാൻ്റെ മുഖം. എപ്പോഴും നോക്കിക്കോളി, എപ്പോഴും നോക്കുക. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു വന്നത്, ഏത് തളർന്നോനും അല്ലാഹു തആല ഉമ്മ എന്നുള്ള വാക്ക് ചുണ്ടില വെച്ച്, ചുണ്ട് പൂട്ടി തുറന്ന ഉമ്മാന്നായി. ഉമ്മ ചുണ്ട് പൂട്ടി, ചുണ്ടുമ്മലാണ് ഉമ്മ എന്നുള്ള വാക്ക്. ഇവിടുന്നാണ് തുടങ്ങിയിട്ട് ഇതുവരെ അക്ഷരങ്ങൾ ഇതുവരെ ഉണ്ട്, കെലിമത്തുകൾ തൊണ്ടൻ്റെ ലാസ്റ്റ് വരെ ഉണ്ട്. പക്ഷേ ഏറ്റവും ലളിതമായ വാക്ക് അല്ല ചുണ്ടുമ്മ കൊടുന്ന് വെച്ച്, അതേതാ? ഉമ്മ. എന്നാൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ആരോടാ? ഫ്രണ്ടിനോടാ, ഭാര്യനോടാ, മക്കളോടാ. ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് ആരോടാ? ഉമ്മാനോടായിരിക്കണം. ഉമ്മാൻ്റെ മനസ്സ് നിറച്ച ആരായിരിക്കും ഉണ്ടാകുക? നമ്മളേക്കാരം. ഉമ്മ ഇപ്പം ചായ അടിക്കുമ്പം
ഉമ്മാൻ്റെ മനസ്സിൽ കുട്ടി കുടിച്ചോന്നുണ്ടാവും. ആ, അല്ലാതെ അമ്മ കുടിക്കൂല, ഉമ്മാൻ്റെ മനസ്സിലേക്ക് വരും. ഞമ്മക്കൊന്നും വരില്ല, ഉമ്മാരെങ്ങനെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് ആരോടാ? ഉമ്മാൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. ഉമ്മാൻ്റെ മുഖമാണ് നമ്മളെ കണ്ണ് കാണുന്ന കാഴ്ചകളിൽ ഏറ്റവും കുളിർമയുള്ള കാഴ്ച. ആ നോട്ടത്തിൽ ഉമ്മ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ നാളെ റബ്ബിൻ്റെ വജ്ഹ് കാണാം, റബ്ബിൻ്റെ മുഖം കാണാം. ഉമ്മാൻ്റെ മുഖത്തേക്ക് നോക്കാത്തവർക്ക് റബ്ബിൻ്റെ മുഖം കാണാൻ കഴിയില്ല. അള്ളാൻ്റെ തൃപ്തി ഉമ്മാൻ്റെ തൃപ്തിയിലാണ്, അള്ളാൻ്റെ ഇഷ്ടം, അള്ളാൻ്റെ തൃപ്തി മാതാപിതാക്കളെ തൃപ്തിയിലാണ്. അള്ളാൻ്റെ വജ്ഹ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഉമ്മാൻ്റെ മുഖം കാണാൻ ആഗ്രഹമില്ലാത്തവന് ഉമ്മാൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഉമ്മാക്ക് സന്തോഷം കൊടുക്കാത്ത മക്കളാണെങ്കിൽ, ആ മക്കളെ മുഖം കണ്ട അമ്മക്കൊരു സന്തോഷം ഉണ്ടാകണില്ലെങ്കിൽ ആ മക്കൾക്ക് റബ്ബിനെ കാണാൻ കഴിയില്ല, റബ്ബിൻ്റെ മുഖം കാണാൻ കഴിയില്ല. മാതാപിതാക്കളെ തൃപ്തിയില്ല റബ്ബിൻ്റെ തൃപ്തി. അപ്പോൾ നമ്മളെ കണ്ണ് കാണേണ്ട ഏറ്റവും കുളിർമയുള്ള കാഴ്ചയിൽ ഒന്നേതാണ്? ഉമ്മാൻ്റെ മുഖം. 2 കഅബയാണ്. എത്ര കണ്ടാലും പൊതി തീരൂല, എത്ര പോയാലും പൊതി തീരൂല, അല്ലേ? അവിടെ നിൽക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കുള്ളൂ നമ്മൾ. എത്ര വട്ടം, ഒരു കൊല്ലം എത്ര വട്ടം പോകാൻ, അവിടെ പോയിട്ട് പനിച്ച് ഇടങ്ങേറായി രോഗം വന്ന് പ്രയാസപ്പെട്ട് വന്നാലും ഇവിടെ വന്ന് സുഖമായി വീണ്ടും വിചാരിക്കലെന്താ, ഒന്നും കൂടി പോണമെന്നാണ്, അല്ലേ? കണ്ടാൽ പൂതി തീരൂല. കഅബ. 3 അള്ളാൻ്റെ കലാം ഖുർആൻ. എത്ര നോക്കിയാലും പൂതി തീരൂല, എത്ര ഓതിയാലും പൂതി തീരൂല. ഖുർആനിലേക്ക് ഇങ്ങനെ നോക്കി അള്ളാൻ്റെ കലാമാണ്. അപ്പോൾ അള്ളാഹ് പറയാണ്, ഇതിലേക്ക് നോക്കാതെ മരിച്ചു പോയവൻ കണ്ണ് പൊട്ടനായി പരലോകത്ത് വരും. ആയത്ത് വായിക്കും. ഇപ്പം നിങ്ങൾ മറിച്ചത് ഏതായത്ത്? അതിൻ്റെ മേലത്തെ ആയത്ത് വായിക്ക്. വമൻ നായറല്ല 25, 125 വായിക്ക്. 24, 25 വായിക്ക്. ഞാൻ അതിൻ്റെ മേലത്തെ ആയത്തുകൊണ്ട് വായിച്ചു. അതിൻ്റെ മേലത്തെ ആയത്തുകൊണ്ട് വായിച്ചാലേ, ഫമനിത്തബഹുദായ, എൻ്റെ ഈ ഖുർആനാകുന്ന ഹുദയെ ആരെങ്കിലും പിൻപറ്റിയാൽ, ഫലാ യദില്ലു വലാ യഷ്കാ, വഴി തെറ്റിപ്പോകൂല, ദൗർഭാഗ്യവാനാകൂല, ഭാഗ്യം കെട്ടവനായി മാറൂല, ഭാഗ്യം കെട്ടവനാവൂല. ഏത്? ഈ ഖുർആനെ ഫോളോ ചെയ്താൽ ഭാഗ്യം കെട്ടവനല്ല, ഭാഗ്യമുള്ളവനാവുള്ളൂ. ഒരു ഭാഗ്യം കെട്ട ജന്മം ആകൂല നമ്മൾ, ഭാഗ്യം കെട്ടവനായി മാറൂല. വമൻ അഅറള അൻ ദിക്രി, എൻ്റെ ഈ ദിക്റിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ, ഖുർആനാകുന്ന ഈ ദിക്റിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ, ഫഇന്ന ലഹു മഈശതൻ ലങ്കാ, കുടുസുള്ള പ്രയാസകരമായ ഒരു ജീവിതമായിരിക്കും അവനുണ്ടാവുക. എന്ന് മാത്രമല്ല, വനഹ്ശുറുഹു, മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടും, യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അഅമാ, കണ്ണ് പൊട്ടനായി, കണ്ണ് കാണാത്ത അവസ്ഥയിൽ കണ്ണ് പൊട്ടനായി ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടും. ഖാല, അവൻ ചോദിക്കും, റബ്ബി ലിമ ഹശർതനി അഅമാ, എന്തുകൊണ്ടാണ് എന്നെ റബ്ബേ കണ്ണ് പൊട്ടനായി ഒരുമിച്ച് കൂട്ടിയത്? വഖദ് കുൻതു ബസീറാ, മരിക്കുന്നത് വരെ ദുനിയാവിൽ എനിക്ക് നല്ല കാഴ്ചയുണ്ടായിരുന്നു പടച്ചോനെ. മരിക്കുമ്പോൾ എൻ്റെ കണ്ണിന് ഒരു കാഴ്ചയില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നില്ല, കാഴ്ചക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. എന്നിട്ട് എന്താ പടച്ചോനെ ഇവിടെ ഞാൻ കണ്ണുപൊട്ടന്മാരെ കൂട്ടത്തിലായത്? മഹ്ശറിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായാലും കണ്ണോട്ടന്മാരാണ്. നമ്മുടെ നാട്ടിൽ കണ്ണൊട്ടന്മാർക്ക് എല്ലാ സൗകര്യവും ഉണ്ടല്ലോ, ഉണ്ടോ? റെയിൽവേ സ്റ്റേഷനിൽ പോയി നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടില്ല ഞങ്ങളൊരു മഞ്ഞ, റെയിൽവേ സ്റ്റേഷനിൽ കണ്ടില്ല ഞങ്ങളൊരു മഞ്ഞ വരിയിലൊരു മഞ്ഞ പിന്നെ ഒരു ടൈൽസ് കാണാം, കണ്ടിട്ടില്ല? എല്ലാവരും പ്ലാറ്റ്ഫോമിലും ഉണ്ടാവും ഒരു മഞ്ഞ ടൈൽസ് ഇങ്ങനെ വരിയിൽ വെച്ച്. അതെന്തിനാ? ആർക്കുള്ള? കണ്ണോട്ടന്മാർക്കുള്ളതാണ്. ഇത് പ്ലാറ്റ്ഫോമിൽ പോയി നോക്കേണ്ടി ഒരു മഞ്ഞ കാണാം, അത് അവർക്ക് ഇങ്ങനെ വടി തട്ടി പോകാനുള്ള സാധനമാണ്. ഇവിടെ ദുനിയാവിലൊക്കെ ഉണ്ട്. പരലോകത്ത് വരുമ്പോൾ കണ്ണോട്ടനായി ഒരു രക്ഷ ഉണ്ടാവില്ല. അപ്പോൾ ചോദിക്കുകയാണ്, പടച്ചോനെ എന്താണ് ഇങ്ങനെ നീ എന്നെ കണ്ണുകൊട്ടനായിട്ട് ഒരുമിച്ച് കൂട്ടിയത്? ഉത്തരം കേട്ടോളി. ആ ഉത്തരം നമ്മൾ വായിച്ചത് 126 കാലകദാലിക, സംഗതി അങ്ങനെ തന്നെയാണ്. മരിക്കണത് വരെ നീ ആരായിരുന്നു? കാഴ്ചയുള്ളവനായിരുന്നു. പക്ഷേ അത്തത്തക്ക ആയാത്തുന, നമ്മുടെ ആയാത്തുകൾ നിനക്ക് വന്നു കിട്ടി. ഫനസീതഹ, അതിനെ നീ മറന്നു കളഞ്ഞു. നസീതഹ. സഹോദരങ്ങളെ, ഇത് ഖുർആൻ്റെ തദബ്ബുറാണ്. ചിന്തിക്കണം, നമ്മൾ മനസ്സ് തുറക്കണം. ഫനസീതഹ, ആ ആയാത്തുകൾക്ക് നേരെ നീ ആയാത്തുകളെ മറന്നു കളഞ്ഞു. അതുകൊണ്ട് വകദാലിക്കൽ യൗമ തുൻസാ, ഇന്നേ ദിവസം നാം നിന്നെയും മറന്നു. അള്ളാഹ് പറയാ, ഞാൻ നിന്നെ മറന്നു, നിൻ്റെ കാര്യം ഇനി ഇവിടെ എന്തില്ല. നമ്മൾ പല സാധാരണ അവനാണ് മറന്നാളാന്നറിയല്ലോ, ആ വിഷയം തന്നെ പറയണ്ട, അതാണ് മറന്നാളെന്ന് പറഞ്ഞാൽ ഇനി എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ഒരു മാപ്പും കിട്ടൂല,
ഒരു മാപ്പും കിട്ടൂല, ഒരു വിട്ടുവീഴ്ചയും കിട്ടൂല. പോയി, സംഗതി പോയി. അപ്പം മനുഷ്യൻ മറക്കുമെന്ന് അള്ള പറഞ്ഞ 8 കാര്യങ്ങളിൽ ഒന്നെന്താണ്? റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ. ആയാത്തു റബ്ബി, റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ. ആ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മറന്നാൽ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? പരലോകത്ത് എങ്ങനെ വരും? കണ്ണുവട്ടന്മാരെ കൂട്ടത്തിൽ. അപ്പം റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനൻ്റെ അർത്ഥം എന്താ? പടച്ചോനെ എന്നെ കണ്ണുവട്ടനായി, പടച്ചോനെ എന്നെ കണ്ണുവട്ടനായി, കണ്ണുവട്ടന്മാരുടെ കൂട്ടത്തിലായി പരലോകത്ത് ഒരുമിച്ച് കൂട്ടല്ല പടച്ചോനെ. ഇങ്ങനൊരു അർത്ഥങ്ങൾ ഈ ആയത്തിന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് എവിടുന്ന കിട്ടി? ഖുർആൻ. റബ്ബനാ ലാ തുആഖിദ്നാ, എന്നെ നീ പിടികൂടി ശിക്ഷിക്കല്ല പടച്ചോനെ, ഇൻ നസീനാ, ഞങ്ങൾ മറന്നുപോയ കാര്യത്തിൽ എന്നെ നീ പിടികൂടി ശിക്ഷിക്കല്ല പടച്ചോനെ. ഇങ്ങനെ സഹോദരങ്ങളെ ഈ ആയത്ത് പഠിക്കണം നമ്മൾ. നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ ഇതിൽ തിരിഞ്ഞു കളഞ്ഞ ആൾക്കാരുണ്ടാവുക. ആ കണ്ണുപൊട്ടന്മാരെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോയാൽ റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് പെടാതിരിക്കാനാണ് ആമന റസൂൽ. അതാണ് ആമന റസൂൽ നമ്മളിങ്ങനെ പഠിക്കണത്. അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ജീവിക്കുന്ന കാലം അത്ര ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാളത്തെ ക്ലാസ് ഉണ്ടാകും, ആരും മറക്കണ്ട. കലണ്ടർ ഉണ്ട്, മറക്കണ്ട. അതുപോലെ തന്നെ പൈസയുടെ കുറ്റിയുണ്ട്, അതും മറക്കണ്ട. എല്ലാവരും സഹായിക്കുക, സഹകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൂട്ടത്തിൽ പല ആൾക്കാരും രോഗികളായ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ വരുന്ന ആളുകൾ നമ്മളെ എഞ്ചിനീയർ ബാബാസാഹിബിനെ പോലെ ആളുകളൊക്കെ ഖുർആൻ ക്ലാസ്സിൽ വരാൻ ആഗ്രഹിച്ചിട്ട് അവർക്കൊന്നും വരാൻ പറ്റാത്ത വിധം ശാരീരികമായ പ്രയാസങ്ങളുണ്ട്. അവർ നമ്മുടെ സ്ഥാപനത്തെയൊക്കെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു അവർക്ക് ആഫിയത്തിനെയും ആരോഗ്യത്തെയും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശം നിറവേറ്റി തരുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.